ഹലോ ഗായ്സ്, വെൽക്കം ടു ലണ്ടൻ മലയാളീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബബിൾ പ്ലാനറ്റ് കാണാനാണ്. നമുക്ക് കണ്ടാലോ? ലണ്ടനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സിബിഷൻസിൽ ഒന്നാണ് ഈ ബബിൾ പ്ലാനറ്റ്. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. എന്താവുമെന്നറിയില്ല. ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ റൂം. എനിക്കറിയില്ല നിങ്ങൾക്ക് റിയലായിട്ട് കാണുന്ന എഫക്റ്റ് കിട്ടുമോ വീഡിയോയിലെന്ന്. പക്ഷേ എന്തായാലും ഞങ്ങൾ കുറേ എൻജോയ് ചെയ്ത് ഈ റൂം. റോസ് ദേ ഷാർക്കിനെ പിടിക്കാൻ ഓടിയിട്ടുണ്ട്. അങ്ങനെ LED റൂം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബലൂൺ ഓഷൻ കാണാനായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ചതിലും എത്രയോ അധികമായിരുന്നു അറിയാം ഇവിടുത്തെ എക്സ്പീരിയൻസ്. ഇതിനകത്ത് കയറണേ മുന്നേ ഫസ്റ്റ് നമ്മൾ ഈ ബലൂൺ വീർപ്പിച്ചിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. അവിടെ ഇതേ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ബലൂൺ വീർപ്പിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. നെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഡോർ തുറന്നത്. നോക്കി, ഇതൊരു ജൈൻറ്റ് ബബിളാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ്, ഇതിൻ്റെ ഡോർ എവിടെയാണെന്ന് അറിയില്ല. ശരി, നമുക്ക് നോക്കാം. നടന്ന് എവിടെയെങ്കിലും ഒരു ഡോർ കാണുമായിരിക്കും. ഞങ്ങൾ ജൈൻറ്റ് ബബിൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഒപ്പം നെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും. എനിക്ക് ഈ അശ്വറിനെ ഭയങ്കര ഇഷ്ടമായി. നല്ല പൊളൈറ്റായിരുന്നു പുള്ളിക്കാരൻ.
കാണാനായിട്ട്. ഇതൊരു ജൈൻറ്റ് ബബിൾ ടബാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ബബിൾ പ്ലാനറ്റ് എന്നുള്ള പേര് ഇതിന് നല്ല മാച്ചാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. ഒരു വേറൊരു പ്ലാനറ്റിലെത്തിയ പോലെ, ബബിൾസ് കൊണ്ടുള്ള ഒരു പ്ലാനറ്റിലെത്തിയ പോലെയാണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നത്. Are you excited? You want to jump in? ഇത് ബബിൾമാൻ്റെ ചെറിയ ബാത്തബാണ്. നമുക്കിതൊരു വലിയ സ്വിമ്മിംഗ് പൂള്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു സ്ക്രീൻ ആക്ടിവിറ്റി റൂമിലേക്കാണ്. ഇവിടെ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്താലും അത് സ്ക്രീനിൽ എഫക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ കാല് വെച്ച് പമ്പ് ചെയ്യുമ്പോൾ ബലൂൺ അവിടെ ഇൻഫ്ലേറ്റ് ആവണം നോക്കിയിട്ട്. ഇവിടെ ഞാൻ ബ്ലോ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ബബിൾസ് വരും. കണ്ടോ? എന്താ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊരു ഡിഫറെൻറ്റ് ഗെയിമാണ്. നമുക്ക് റോസുനെ കൊണ്ട് എയർ അടിപ്പിച്ച് ഈ ചേട്ടൻ്റെ ബബിൾ ഗം പൊട്ടിക്കാം. പാവം, അയാൾക്ക് വിഷമായി. ബലൂൺ ഗേറ്റ്വേ എന്നാണ് ഈ റൂമിൻ്റെ പേര്. ഇതൊരു സ്പെഷ്യൽ റൂമായിരുന്നു. നമ്മൾ അതിലിരിക്കുമ്പോൾ നമ്മൾ ഫ്ലോട്ടിങ് ചെയ്യണ പോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഈ റൂം ഞാൻ സ്പെഷ്യൽ റൂം എന്ന് പറയണില്ല, കാരണം എല്ലാ റൂമും എനിക്ക് സ്പെഷ്യലായിട്ടാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂമിൻ്റെ പേര് ഇൻഫിനിറ്റി റൂം എന്നായിരുന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് റൂം എന്ന് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായ റൂം ഇതായിരുന്നു. ഇതിനകത്ത് കയറിയാലുണ്ടല്ലേ നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയയും കിട്ടില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഏതാ എൻഡിങ് ഏതാ, ഇതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പൊക്കോണ്ടേ ഇരിക്കണ പോലെ നമുക്ക് തോന്നും.
ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇപ്പോൾ ഒരാളെ കാണാൻ പറ്റും. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയോ തോന്നിയത്, കിഡ്സിന് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസിൽ ഒന്നാണ് ഈ പ്ലേസ്. കാരണം ഞങ്ങളെക്കാൾ എത്രയോ അധികമാണെന്നറിയോ റോസ് ഈ സ്ഥലം എൻജോയ് ചെയ്തത്. അവൾ ഏതോ മാജിക് വേൾഡിൽ വന്ന പോലെ ആയിരുന്നു അവളുടെ ആക്ടിവിറ്റീസൊക്കെ. One more. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് റൂം, VR റൂം. നമുക്കിവിടെ ഈ സ്വിങ്ങിലിരുന്നിട്ട് VR എഫക്ട്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അത് നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ കുറച്ച് പേടിയുള്ള പോലെ തോന്നുന്നുണ്ട്, ഞാൻ കയറില്ല. ഇതോടുകൂടി ബബിൾ പ്ലാനറ്റിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്ര നാളായിട്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് എക്സിബിഷൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരെണ്ണം കാണുന്നത് ഇതാദ്യമായിട്ടാണ്. 2 മണിക്ക് കയറിയതായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനകത്ത്. പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായി. ഇത്രയും സമയം അതിനകത്ത് എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. കാരണം അത്ര എൻ്റർടൈനിങ് ആയിരുന്നു ഓരോ പ്ലേസസും. സോ ഓവറോൾ ബബിൾ പ്ലാനറ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും നെക്സ്റ്റ് ഇതേപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ സസ്നേഹം, ലണ്ടൻ മലയാളി.